ഹലോ. വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കേട്ട ഒരു വാക്കായിരുന്നു ബെയിലി പാലം. അവരുടെ രക്ഷാപ്രവർത്തനമൊക്കെ വളരെ വേഗത്തിലും ഊർജിതമാക്കാനും ഈ പാലം ഒരുപാട് സഹായിച്ചിട്ടുണ്ടല്ലേ. ഇന്ന് ഞാൻ ഈ ഒരു പാലത്തെക്കുറിച്ചാണ് പറയുന്നത്. മുൻകൂട്ടി നിർമ്മിച്ച ഘടകങ്ങളൊക്കെ ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിച്ച് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാവുന്ന ഒരു പാലമാണ്, ഒരു താൽക്കാലിക പാലമാണ് ബെയിലി പാലം എന്ന് പറയുന്നത് തന്നെ. ഉരുക്കും തടിയുമൊക്കെയാണ് ഇതിൻ്റെ നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് സൈന്യം വളരെ കാര്യക്ഷമമായിട്ട് വളരെ പെട്ടെന്നാണ് ഈ ഒരു പാലം നിർമ്മിച്ചത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയൊക്കെ രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായിട്ട് നടക്കുകയുണ്ടായി. ഈ രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് ഇങ്ങനൊരു പാലത്തെ പറ്റിയിട്ടുള്ള ഒരു ആശയമൊക്കെ വന്നത് തന്നെ. അന്നത്തെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡൊണാൾഡ് ബെയ്ലിയാണ് ഈ ഒരു പാലം നിർമ്മിച്ചത് തന്നെ. അദ്ദേഹത്തിൻ്റെ ആയിരുന്നു ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് തന്നെ. അന്നത്തെ കാലത്ത് യുദ്ധസമയത്ത് ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാലം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിലാണ് ആദ്യമായിട്ട് ഈ ഒരു ബെയിലി പാലം നിർമ്മിച്ചത്. അത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ്. റാന്നിയിൽ 36 വർഷം പഴക്കമുള്ളൊരു പാലം തകർന്നപ്പോഴാണ് ഇങ്ങനൊരു താൽക്കാലിക ബെയിലി പാലം നിർമ്മിച്ചത് തന്നെ. അപ്പോൾ ഈ പാലം ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഒരുപാട് നല്ല രീതിയിൽ അവിടെ രക്ഷാപ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട്. വയനാട് ജനത ഇപ്പോഴും കണ്ണീരുണങ്ങാതിരിക്കുകയാണ്. അവരെ നമുക്ക് ചേർത്ത് നിർത്താം, അവരോടൊപ്പമായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒപ്പം അവരാൽ നമുക്ക് കഴിയുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് നൽകണമെന്നാണ് എനിക്കിന്ന് പറയാനുള്ളത്. താങ്ക് യു.